ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിങ്കിയും നന്ദയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്ക് പിങ്കിയോട് ഭയങ്കര പകയാണെന്നുള്ള കാര്യം പിങ്കി ഇങ്ങനെ പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല, നിനക്കതൊക്കെ തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞ് നന്ദ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അച്ഛനും അമ്മയും അമ്പിനും വില്ലിനും എടുക്കുന്നില്ല മകളെ പറഞ്ഞു വിടാനായിട്ട്. നീ ആരെ ഈ പച്ചക്കള്ളം പറഞ്ഞൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ഗൗതത്തെ കാണുന്നതിനും അവരെന്നെ അവഹേളിച്ചതിന് കയ്യും കണക്കുമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ അങ്ങനെയൊന്നുമില്ല, എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഗൗതമാണെന്നാണോ നീ ഇപ്പം കരുതിയിരിക്കുന്നത്? ഒരിക്കലും അല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം ഗൗതം അല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിങ്കിയൊക്കെ ഇങ്ങനെ നോക്കുക, അതെന്താ അങ്ങനെ, ആരാ പിന്നെ പറഞ്ഞു വിട്ടതെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷ. പിങ്കിയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നോട് യാചിച്ചത് അമ്മയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിങ്കി ഞെട്ടിപ്പോയി. ഇത്രയും നേരം അമ്മയാണല്ലോ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ പിങ്കിയുടെ മമ്മിയും ഡാഡിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യവും പിങ്കിയോട് പറഞ്ഞു നന്ദ. അപ്പോൾ ഇത് പിങ്കിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാധികാൻ്റെയും ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, ഒന്നും പറയാനും പറ്റുന്നില്ല. ഇത് അവൾ വരണമെന്ന് ആഗ്രഹവും ഇല്ല. അങ്ങനെ ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ദേ നമ്മുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദേ നന്ദ പിങ്കിയോട് പറയുക. നന്ദയെ വിളിച്ച് അടുത്തിരുത്തി മുടിയൊക്കെ കോതി ചീകി കൊടുത്തുകൊണ്ട് പിങ്കിയോട് പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയെന്നും പിങ്കിയെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ കാര്യം അമ്മയും അമ്മ പറഞ്ഞു വിട്ടെന്നാണെന്നും അല്ലെങ്കിൽ അമ്മയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാണ് പിങ്കി വിശ്വസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൗതവും അത് അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുവാണ് നമ്മുടെ ലക്ഷ്മി നന്ദയോട്. പക്ഷേ സത്യം അതൊന്നും അല്ല എന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി കാര്യങ്ങളെല്ലാം നന്ദയോട് പറയാം. എനിക്ക് അവളോട് സഹതാപമാണ് ഉള്ളതെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹമാണ് ഉള്ളതെന്നും ലക്ഷ്മി പറഞ്ഞു നന്ദയോട്. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്കും സന്തോഷമായിട്ടോ. കല്യാണ തലേന്ന ഗൗതം സ്നേഹിച്ചത് പിങ്കിയെയാണ് എന്നുള്ളത് ഞാൻ അറിയുന്നത്. ആ നിമിഷം എൻ്റെ മോൻ്റെ ഭാര്യയായി എൻ്റെ മരുമോളായിട്ട് കിട്ടാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് കൊതിച്ചതാണെന്നുള്ള കാര്യവും ലക്ഷ്മി നന്ദയോട് പറയുക. ഒടുവിൽ എല്ലാവരോടും സത്യം പറഞ്ഞ് അർജുനുമായുള്ള പിങ്കിയുടെ വിവാഹം മുടക്കാൻ വരെ ഞാൻ തയ്യാറായതാ, ഗൗതത്തെയും പിങ്കിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് സാധിച്ചില്ല. അതിനുള്ള സമയം കടന്നുപോയി എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഗൗതം എന്നെ വിലക്കി. പിന്നെ കുടുംബത്തിൻ്റെ അഭിമാനം ഓർത്ത് ഞാൻ എൻ്റെ ആഗ്രഹത്തെ അടക്കി വെക്കുകയായിരുന്നു എന്നുള്ള കാര്യവും ലക്ഷ്മി നന്ദയോട് പറഞ്ഞു. ഞാനിതൊക്കെ പറയുമ്പോൾ മോൾക്ക് വിഷമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലമ്മേ, എനിക്കെന്തിനാ വിഷമമെന്ന് ചോദിച്ചു നന്ദ. പിങ്കിയെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോഴും ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഹൃദയവേദനയൊക്കെ എനിക്ക് മനസ്സിലാകും മോളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അവളെ ഓർത്ത് ഒരുപാട് രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദയോട് ലക്ഷ്മി ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് ലക്ഷ്മിയുടെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ നന്ദ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, മോൾ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. എന്താ? മോള് പോയി പിങ്കിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ നന്ദ അത് സമ്മതിച്ചു. മോള് അമ്മ പറയുന്നത് അനുസരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് എന്തും ഈ മോൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കേണ്ട, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം പിങ്കിയോട് പറഞ്ഞിട്ട് നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല എല്ലാവരുടെയും അകമയുള്ള മനസ്സെന്ന് പറഞ്ഞപ്പോൾ നീ ഇവളോട് ഈ പറയുന്നതൊന്നും സത്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അളകനന്ദയെന്ന് പിങ്കിയുടെ മമ്മി അന്നേരം പറയാം. വിഷത്തിൽ എത്ര തേൻ ചേർത്താലും അത് വിഷമല്ലാതാകില്ല കൊച്ചേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി നന്ദ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ തന്നെ തൽക്കാലം പിങ്കിയെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തറപ്പിച്ച് പറയുവാണ് പപ്പയും മമ്മിയും. ഇത് കേട്ടപ്പോഴേക്കും നന്ദയ്ക്കാകെ വിഷമമായി. അതുപോലെ തന്നെ ആൻറ്റിക്കും സങ്കടമായി. ഗൗതവുമായി സംസാരിക്കാനുള്ള ഔദാര്യമല്ല എൻ്റെ മോൾക്ക് വേണ്ടത്, നല്ലൊരു ജീവിതമാണെന്നും പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ പിങ്കി അങ്ങോട്ടേക്ക് വന്നാൽ അതുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നുള്ള കാര്യവും പപ്പ പറയുക. ഇതൊക്കെ കേട്ട് പിങ്കി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. പിങ്കി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇവർക്ക്. ഇന്ത്യവരത്തിൽ ഇവർക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അർജുൻ്റെ ഒപ്പമായിരിക്കുമെന്ന് പപ്പ തറപ്പിച്ച് പറഞ്ഞു. അതിന് ആദ്യം അർജുൻ മടങ്ങി വരട്ടെ, എന്നിട്ട് മാത്രമായിരിക്കും പിങ്കിയുടെ ഇവിടെ നിന്നുള്ള മടങ്ങി വരവ്. അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് തറപ്പിച്ച് പറഞ്ഞു. വനജേ വാ എന്നും പറഞ്ഞ് പപ്പ അകത്തേക്ക് കയറിപ്പോയി. പപ്പ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കും. പിങ്കി തീരുമാനമൊന്നും പറഞ്ഞിട്ടുമില്ല, വന്നു പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ വെറുതെ ആയി പോയോ എന്നുള്ളൊരിതിൽ നന്ദ ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നന്ദ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പിങ്കി അങ്ങ് പോയി കഴിഞ്ഞു. നന്ദ ഇങ്ങനെ വീണ്ടും അവിടെ വിഷമിച്ച് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അരുന്ധതിയെയും മോഹിനിയെയും അതുപോലെ ചെറിയച്ഛനെയും ഇവരെല്ലാവരെയാണ്. ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. തൊട്ടരികിൽ ലക്ഷ്മി ഇരിപ്പുണ്ടേ. ലക്ഷ്മിയാണെങ്കിൽ ഒന്നിനും കൂടുന്നില്ല, ആകെ വിഷമിച്ചിങ്ങനെ അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇവരിങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയുക.
പിങ്കി മോൾ ഇവിടുന്ന് പോയതോടുകൂടി വീട് ഇറങ്ങിപ്പോയി. ഇവിടെയാണെങ്കിൽ ഒരു ആളനക്കവും ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും മോഹിനി ചോദിച്ചു, പിങ്കിയെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്നായിരുന്നില്ലേ ഏട്ടത്തി പറഞ്ഞത്, പിന്നെന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു. മഹേശ്വരനെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചാൽ അവനിവിടെ ഇല്ലല്ലോ. മഹേശ്വരൻ വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ മുഖാമുഖം നോക്കുക മോഹിനിയൊക്കെ. അപ്പോൾ വല്യമ്മേ അറിഞ്ഞോ, ദേ നന്ദേജി വീട്ടിലില്ല, ഇന്നും ചോദിക്കാതെയും പറയാതെയും എവിടെയോ പോയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ഓടി കഥച്ചിവരുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഇങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഞാൻ ഈ വീട്ടിൽ ആകെ തെരഞ്ഞു നോക്കി, എവിടെയില്ല, രാധികാന്റിയെ കാണാനില്ല, രണ്ടുപേരും കൂടി എവിടെയൊക്കെയോ മുങ്ങിയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും പവിത്ര പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇരിക്കുക. പെട്ടെന്ന് കൊള്ളാം, നേരത്തെ കാണുകയായിരുന്നു സർക്കിട്ടിന് പോക്ക്, ഇപ്പോൾ ഒളിച്ചും പാത്തൊക്കെ ആയെന്ന് മോഹിനി പറഞ്ഞ് കളിയാക്കുക. എൻ്റെ ഏട്ടത്തെ ഇതെന്തൊരു ഹുങ്ക, അപാരം തന്നെ. ലക്ഷ്മി നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു എന്ന് അരുന്ധതി ചോദിച്ചപ്പം, അത് പിന്നെ നന്ദമോള് വീട്ടിലില്ല എന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നതെന്ന് ലക്ഷ്മി അന്നേരം പറയുക. സഹിച്ചോ, നിന്റെ ട്രെയിനിങ് തന്നെയല്ലേ, അവൾക്ക് തോന്നുന്ന പടി വരട്ടെ, പോട്ടെ, ജീവിക്കട്ടെ, എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ, പക്ഷേ അത് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട എന്ന് അരുന്ധതി ലക്ഷ്മിയോട് പറയാം. അപ്പോഴത്തേക്ക് മോഹിനി എന്നും പറഞ്ഞൊരു ചിരി, പവിത്ര എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഈ വീട്ടിലേക്ക് മരുമകളായി വന്ന് കയറിയവള് ഭർത്താവിനെയും മുതിർന്നവരെയും ഒന്നും വകവയ്ക്കാതെ തോന്നിയമാസം നടക്കുകയാണ് എന്ന് 10 പേർ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പുറത്തോട്ട് ഇറങ്ങിയാൽ നാണം കേട്ട് തൊലിയും കുമ്പിട്ട് നടക്കേണ്ടി വരും നമ്മൾക്കെല്ലാവർക്കും. അറിയോ നിനക്ക്? അതൊക്കെ കേട്ട് ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. ഇനി ആ ജന്തുവിൻ്റെ അഹമ്മതിയൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അന്നേരത്തേക്കും അനിയൻ്റെ വകയൊരു ഉപദേശവും കൂടി. കാരണവന്മാർ കാലങ്ങളായി ഉണ്ടാക്കി വെച്ച ഈ കുടുംബത്തിൻ്റെ അഭിമാനം കളഞ്ഞു കുളിക്കാൻ ഇടം കൊടുക്കരുതെന്നും പറഞ്ഞു. ചിലപ്പോൾ നന്ദ ഗൗതത്തോട് പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുമ്പം, എന്ന് ഗൗതം പറഞ്ഞോ എന്ന് ചോദിച്ചു ലക്ഷ്മിയോട് അരുന്ധതി. ഇല്ല, എൻ്റെ ഒരു വിശ്വാസമാണെന്ന് പറഞ്ഞപ്പം, എന്നാൽ ലക്ഷ്മി അവനെ വിളിച്ച് ചോദിക്കുക, അവനിവിടെ ഉണ്ടല്ലോ, അവൻ പറയുമല്ലോ, വിളിച്ച് ചോദിക്കുക. പവിത്ര ചെന്ന് ഗൗതത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പവിത്രയെ പറഞ്ഞു വിട്ടു. പവിത്രനെ എന്ത് കിട്ടാനും നോക്കിയിരിക്കുകയല്ലേ. അങ്ങനെ പവിത്ര കയറി പോയി കഴിഞ്ഞ് പിന്നെ എന്തായാലും രണ്ടിലൊന്നും ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അരുന്ധതി അവിടെ ഇരിക്കാം. പിന്നെ കാണിക്കുന്നത് പിങ്കിയെ. പിങ്കി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, തൊട്ടരികിലും നന്ദ ഇരിക്കുന്നു. നന്ദ ഇങ്ങനെ പിന്നാലെ നടക്കുക. അതേ പിങ്കി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയാം. പിങ്കി അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് ഏറ്റവും അധികം വേദനിക്കുന്നത് ഗൗതം സാറ് തന്നെയാണെന്നുള്ള കാര്യം നന്ദ പറഞ്ഞു. അത് കേട്ടപ്പോൾ പിങ്കിയുടെ മുഖം ഒന്നിങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ ഞാൻ നേരിട്ട് അനുഭവിച്ചറിയുന്നുണ്ടെന്നുള്ള കാര്യവും നന്ദ ഇങ്ങനെ പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. ആകെ അസ്വസ്ഥനായിട്ടാണ്, ഊണില്ല, ഉറക്കമില്ല, ഒന്നിനും താല്പര്യമില്ല, അങ്ങനെയൊക്കെ നടക്കുന്നത്. ഗൗതം സാറിനെ ഓർത്തെങ്കിലും പിങ്കി തിരിച്ചു വരണമെന്നും പറഞ്ഞ് അപേക്ഷിക്കുക, പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട്. പിങ്കി അന്നേരം സന്തോഷം ഉണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക കേട്ടോ. എനിക്ക് വേണ്ടി ഗൗതം സാർ ഒരുപാട് ത്യാഗങ്ങൾ വേണ്ടു. ഇനി എൻ്റെ ഊഴമാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സന്തോഷം എനിക്ക് വീണ്ടെടുത്ത് കൊടുക്കണമെന്ന് നന്ദ പറയുക. പിങ്കിയിലൂടെ വേണം എനിക്കത് നേടാൻ, അതെൻ്റെ കർത്തവ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോഴും പിങ്കി ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. പിങ്കി ഇങ്ങനെ തലയും അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ, ദേ നോക്ക്, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് നന്ദ പറഞ്ഞു. ഒന്ന് മാത്രം പിങ്കി മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ മതി, ആ വീട്ടിൽ നിന്നകന്ന് ഇവിടെ ഇരുന്നാൽ പിങ്കിക്ക് സന്തോഷം കിട്ടുമോ എന്നുള്ളത്. അത് കേട്ടപ്പോൾ പിങ്കി ഒന്നും എഴുന്നേറ്റു. കാരണം കിട്ടില്ല, അത് പച്ചവെള്ളം പോലെ സത്യമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പിങ്കി എഴുന്നേറ്റ് നന്ദയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, പിങ്കി വരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു നന്ദ. അതും പറഞ്ഞ് പിങ്കിയുടെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട്, പിങ്കി വരണം, ഒരിക്കലും പിങ്കിക്ക് ഞാനൊരു ശല്യം ആകില്ല, ഇത് വാക്കാണെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. നന്ദ പോയപ്പോൾ പിങ്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഇറങ്ങിയ നന്ദയോട് മോളെ എന്നും പറഞ്ഞു വിളിച്ച് ചെന്നു നമ്മുടെ ആൻറ്റി. നിൽക്കുമെന്ന് പറഞ്ഞ് നന്ദയെ വിളിച്ച് നിർത്തിയിട്ട്, മോള് മടങ്ങി വരണം, നന്ദമോള് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടും സത്യമായ കാര്യമാണ്, അതുകൊണ്ട് എൻ്റെ മോള് മടങ്ങി വരണമെന്ന് ആ ആൻറ്റിയും പറയാം. വരണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി അങ്ങോട്ടേക്ക് പോണു. കാരണം എൻ്റെ മോള് ഉള്ളിൽ തട്ടി തന്നെയാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെക്കുറിച്ചും ആൻറ്റി ആ സത്യം പറയാം. അങ്ങനെ ഇവരാ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഉള്ളിൽ നീറുന്ന വേദനയോടെ സങ്കടം കടിച്ചമർത്തി പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നന്ദ ഇത് പിങ്കിയോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും പറഞ്ഞ് അവരങ്ങ് പോയി. പക്ഷെ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസത്തിലെടുത്ത് പിങ്കി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ലക്ഷ്മിയെ ക്രോസ് വിസ്താരം ചെയ്യുകയാണ് അരുന്ധതി. അവൾ പോയത് ഗൗതത്തിനോട് പറഞ്ഞിട്ടാണെന്നല്ലേ, നിന്റെ അന്ധവിശ്വാസം തെറ്റാണെന്ന് നീ
ഇപ്പം തെളിഞ്ഞില്ലേ, അവനോട് പറഞ്ഞിട്ടുമില്ല, അവനൊന്നും അറിഞ്ഞിട്ടുമില്ല, അപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ആകെ ഇതായിട്ട് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുക പവിത്ര. എന്തിനാ വെറുതെ ഭർത്താവ് ഉദ്യോഗം ചമഞ്ഞ് നടക്കുന്നത്? അവൾക്കേ അവനെ പുല്ല് വില പോലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങനെയും കൂടെ പറയണം. ഇതൊക്കെ കേട്ട് ലക്ഷ്മി ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവിടെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പിന്നെയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതിൻ്റെയാ ശാസിച്ചും അനുസരിപ്പിച്ചും ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. ആകെ നാണക്കേടായല്ലോ എന്നും പറഞ്ഞ് ചെറിയച്ഛൻ്റെ വക എവിടെ എന്ന് പറയുമ്പോൾ അവൾ കാണിച്ചത് തെറ്റായിപ്പോയി, അത് ഞാനും സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് ഒച്ച വെക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം എന്താ വേണ്ടതെന്ന് ഗൗതം തന്നെ തീരുമാനിക്കട്ടെ എന്ന് ലക്ഷ്മി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. വേറെ ആരും ഇതിൽ ഒത്തിരി പറയേണ്ടതും. ഇപ്പം മനസ്സിലായോ അമ്മയ്ക്കും മോനും രണ്ടു മരുമക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിലേ എന്നോട് അനുവാദം ചോദിക്കും പിങ്കി മോള്. എന്നിട്ട് ആ പെങ്കൊച്ചിനെ ആട്ടി ഇറക്കി വിട്ടില്ലേ ആ രാക്ഷസി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തുമ്പോഴും ലക്ഷ്മിക്കൊന്നും തുറന്നു പറയാൻ വയ്യാണ്ടിരിക്കുക. ചെറിയേട്ടൻ വരാൻ കാത്തിരിക്കേണ്ട, ഏട്ടത്തി ജഗന്നാഥേട്ടനെയും കൂട്ടിക്കൊണ്ടുപോ, എത്രയും പെട്ടെന്ന് പിങ്കി മോളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ മോഹിനി. അപ്പോഴേക്കും മഹേശ്വരനും കൂടെ വരട്ടെ. തൽക്കാലം ഞാൻ ഫോണിലൊന്ന് അവളെ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് വിളിക്കുമ്പം ഞാൻ 2 വട്ടം വിളിച്ചു നോക്കിയതാ, പക്ഷെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു പവിത്ര. അത് നീ വിളിച്ചിട്ടാ, ഞാൻ വിളിച്ചാലേ അവൾ കോൾ എടുക്കും, അതെനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് അരുന്ധതി ഫോൺ എടുത്തു വിളിച്ചു. അപ്പം തന്നെ പിങ്കി ഫോൺ എടുത്തു. ആ മോളെ ഇത് വല്യമ്മായി ആണെന്ന് പറഞ്ഞപ്പോൾ ആ വല്യമ്മായി ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞു പിങ്കി. എന്ത് ഗുഡ് മോൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയതോടെ ഈ വീടിൻ്റെ എല്ലാ സന്തോഷങ്ങളും പോയി കിട്ടി മോളെ. മോൾ ഇവിടെ നിന്ന് പോയതിൽ പിന്നെ വലിയമ്മയ്ക്ക് തൃപ്തിയായിട്ട് ഒരു വക കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല, സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തട്ടിവിടുക വലിയമ്മ. ഇവിടെ എൻ്റെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് വലിയമ്മ എന്ന് പറയുന്ന പിങ്കിയോട്. മോളെ വലിയമ്മ മോളോട് താണ് കേണു പറയുക, എൻ്റെ മോളൊന്ന് തിരിച്ചു വാ, എൻ്റെ മോള് പോവേ അവിടെ നിൽക്കരുത്, വലിയമ്മേനെ ഓർത്തിട്ടെങ്കിലും എൻ്റെ പൊന്നുമോളൊന്ന് തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താണ് കേണ് അപേക്ഷിക്കുന്നു. അപ്പം ഞാൻ നോക്കട്ടെ വലിയമ്മ എന്ന് പറഞ്ഞു പിങ്കി. നോക്കിയ പോരെ മോളെ, എന്തായാലും മോള് വരണം, മോള് വന്നേ പറ്റൂ, ഇനി മോളുടെ തലയിൽ കയറാനേ അവളെ ഞാൻ അനുവദിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാക്കും കൊടുക്കുന്നു പിങ്കിക്ക്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാം മോഹിനി. മോളുടെ മനസ്സിൽ എന്ത് മോഹങ്ങളുണ്ടെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം സാധിച്ചെടുക്കാൻ ഈ വല്യമ്മ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി ഞെട്ടിപ്പോയി. ഒരുമാതിരി തരം താഴ്ന്ന രീതിയിൽ ആ സ്ത്രീ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു മോൾ ഈ വല്യമ്മയ്ക്ക് വാക്ക് ഒട്ടും താമസിയാതെ മോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന്. അപ്പം എൻ്റെ പപ്പയും മമ്മിയും ഇനി അങ്ങോട്ട് വിടില്ല എന്നുള്ളൊരു വാശിയിലാണെന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പിങ്കി. മതി, അത് മതി, അതെന്താ ധൃതിയില്ല, അവർ സമ്മതിച്ച ആ മോളിങ്ങോട്ട് എത്തുമല്ലോ അല്ലേ, ഞാൻ മോളുടെ പപ്പയായി വിളിക്കാം കേട്ടോ. ശരിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്തായാലും ഇനി വാക്ക് മാറ്റരുതെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് മോഹിനി ചോദിച്ചു. പാതി സമ്മതം മൂളിയെന്നുള്ള കാര്യം അരുന്ധതി പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി, പേടിച്ച് വരച്ചിരിക്കുവാണേ. അപ്പം അവൾ വരും, വന്നിരിക്കും എന്ന് അരുന്ധതിക്ക് മനസ്സിലായി. കാരണം അവളുടെ ഉള്ളിലിരിപ്പെല്ലാം സാധിച്ചു കൊടുക്കാമെന്ന് അരുന്ധതി വാക്ക് കൊടുത്തത് കൊണ്ട് തീർച്ചയായും പിങ്കി വരുമെന്നുള്ള കാര്യം അരുന്ധതിക്ക് തന്നെ അറിയാം. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഗൗതം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദയെക്കുറിച്ച് ആലോചിച്ച് നടക്കുക. ആകെ ടെൻഷനായി, ഇവളിത് എവിടെ പോയി എന്നോർത്ത്. അപ്പോഴാണ് പ്രിയ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം എന്താണ് ഗൗതം ആകെ ഒരു ടെൻഷനെന്ന് ചോദിച്ചു വന്ന് കയറി. ഓ എന്ത് പറയാൻ എൻ്റെ പ്രിയേച്ചി, ഇവിടുന്ന് ആരോടും ചോദിക്കാതെയും പറയാതെയും രാവിലെ ഇവിടെ നിന്ന് നന്ദി ഇറങ്ങിപ്പോയതാ, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് നീ രാധികേച്ചോടൊന്നും ചോദിച്ചില്ലെന്ന് ചോദിച്ചു പ്രിയ. അതെങ്ങനെയാ, അവരെയും കൂട്ടിയല്ലേ പോയിരിക്കുന്നത്? ഇതെന്തൊരു സ്വഭാവം ഇത്, മറ്റെല്ലാ കാര്യത്തിനും അവൾക്ക് 100-ൽ 100 മാർക്ക്. എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകില്ല എന്നുള്ളൊരു പിടിവാശി, അതെന്തൊരു രോഗമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. എന്തായാലും കുറച്ച് നേരത്തേക്ക് അവളെ കാണാതായപ്പം ACP ആകെ ഡെസ്പ് ആയല്ലോ എന്ന് ചോദിച്ചു. ചെറിയ വിരഹം പോലും താങ്ങാൻ പറ്റുന്നില്ലല്ലേ എന്നൊക്കെ പ്രിയേച്ചി ചോദിക്കാം. അപ്പോൾ ജീവിതകാലം മുഴുവൻ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രിയേച്ചിയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പ്രിയ ഗൗതത്തിനോട് ചോദിക്കുക. ചുമ്മാ നിന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പ്രിയ നേരത്തേക്കും പറഞ്ഞു. സമയം വൈകുന്നൂടാ, നീ ഫോണും കുത്തി നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അന്വേഷിക്കാൻ നോക്കിക്കേന്ന് പറഞ്ഞ് പ്രിയ കയറി പോകാൻ തുടങ്ങുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിക്കുന്നത്, വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞു ഗൗതം. എന്നാൽ പിന്നെ വരുമ്പോൾ വരട്ടെ, അതുവരെ നീ തന്നെ സഹിച്ചോ നിന്റെ ടെൻഷനെന്നും പറഞ്ഞ് പ്രിയേച്ചി പോകുമ്പോൾ പ്രിയേച്ചി ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് അവൾ തിരിച്ചു വരുമ്പോൾ എപ്പോഴത്തെയും പോലെ മയത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ആയിരിക്കത്തില്ല ഞാൻ കൊടുക്കുന്നത്. ഇന്ന് ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും, നോക്കിക്കോ. പിന്നെ ആ സമയത്ത് അവൾക്ക് വേണ്ടി വാദിക്കാനും അവളെ സപ്പോർട്ട് ചെയ്യാനും ദൈവത്തെ ഓർത്ത് അമ്മയും പ്രിയേച്ചി വന്നേക്കരുത്. എങ്ങനെ
നീ നന്ദയെ പാഠം പഠിപ്പിക്കാനോ ഒന്ന് പോടെ ചെക്ക അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ അകത്തേക്ക് കയറിപ്പോയി. അപ്പം നന്ദയെക്കുറിച്ച് ഓർത്തൊരു കുഞ്ഞു ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ ഗൗതം അങ്ങനെ നിൽക്കാം. നന്ദയോട് ഒരു പരിധി കൂടുതൽ ദേഷ്യത്തിൽ പറയാൻ നമ്മുടെ ഗൗതത്തിന് കഴിയില്ല. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നേ. ഇത് കഴിഞ്ഞ് നമ്മുടെ പിങ്കി സന്തോഷത്തോടെ എല്ലാം കെട്ടിപ്പറക്കി എടുത്ത് വെക്കുക. അപ്പോഴേക്കും കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു, നീ ഇതെന്തിനാ ബാക്കി ചെയ്യുന്നതെന്ന്. ഞാൻ പോവാ, അതുകൊണ്ട്. പോവേ? എന്താ നീ തിരിച്ചു പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ട്. ഓ, അപ്പോൾ നന്ദ നേരിട്ട് വന്ന് വിളിച്ചപ്പോൾ നിന്റെ മനസ്സൊക്കെ മാറിയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല നന്ദ ഇവിടെ വന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചു കൂട്ടുകാരി. അത് പിന്നെ ഞാനിങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് നന്ദയെ കണ്ടായിരുന്നല്ലോ. അതിന് നന്ദ പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. താഴെ ഉണ്ടായിരുന്നു. അല്ല നന്ദ എന്ത് പറഞ്ഞിട്ട് പോയി എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ ഉണ്ട്. എന്താടി ഒരു ചിരി? നിന്നെ അവൾ മയക്കി കുപ്പിയിലാക്കിയോ? അവൾ ആയുധം വെച്ച് കീഴടങ്ങി സാന്ദ്ര എന്നും പറഞ്ഞു പിങ്കി കൂട്ടുകാരിയോട് പറയാ. കൂട്ടുകാരി ഞെട്ടി. എനിക്കിനി എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകും. ഗൗതത്തിൻ്റെയും എൻ്റെയും ഇടയിൽ നന്ദി ഒരു തടസ്സമായിട്ട് ഉണ്ടാവില്ലെന്ന് എനിക്ക് അവൾ വാക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്കല്ല, ഗൗതമിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റാനാ നിൻ്റെ ഈ പോക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ സംശയമെന്ന് ചോദിച്ചു. അപ്പോൾ അർജുനോ? ഓഹ് അർജുൻ, എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പിങ്കി, നീ അപകടത്തിലേക്കായി പോകുന്നത് വേണ്ട എന്ന് കൂട്ടുകാരി പറയുമ്പോൾ, സാന്ദ്ര നീ വെറുതെ എൻ്റെ മനസ്സ് മാറ്റരുത്, എൻ്റെ മൂഡ് കളയരുത്, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എന്തേ സാന്ദ്രയുടെ ഫോണിലേക്ക് കോൾ വന്നു. സാന്ദ്രയുടെ ഫോണിലേക്ക് കോൾ വന്നപ്പോൾ സാന്ദ്ര പെട്ടെന്നൊന്നും അല്ലാണ്ടായി. അപ്പോൾ എന്താടി ഫോൺ കട്ട് ചെയ്ത് വിട്ടത്? ഏതോ അൺനോൺ നമ്പർ ആണെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ, അല്ലടി നിൻ്റെ പപ്പയും മമ്മിയൊക്കെ ഇതിന് സമ്മതിച്ചോ പോകാനായിട്ട്? അവർക്കായിരുന്നു ഈ കാര്യത്തിൽ കൂടുതൽ ശാഠ്യമെന്നൊക്കെ കേട്ടല്ലോ. അപ്പോഴേക്കും എന്തേ വീണ്ടും ആ കോള് അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ സാന്ദ്രയ്ക്ക് എന്തോ ഒരു കള്ളത്തരം പോലെ. അത് പിങ്കി ശ്രദ്ധിച്ചു കേട്ടോ. പെട്ടെന്ന് വല്ലാണ്ട് ടെൻഷനാകുമ്പോൾ നീ ആ ഫോൺ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുക്കാൻ പിങ്കി നിർബന്ധിച്ചപ്പോൾ നമ്മുടെ സാന്ദ്ര ഫോൺ എടുക്കുക. അപ്പോൾ ഹലോ, എന്താ? അതേലോ, എന്താ കാര്യം? ഞാനൊരു തിരക്കിലാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സാന്ദ്ര ഫോണിലൂടെ സംസാരിക്കുക. അപ്പോൾ അങ്ങോട്ട് വിളിച്ചേക്കാമേ, അങ്ങോട്ട് ചെന്നോ. ശരി ഓക്കെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ മേഡത്തിനോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഫോണിൽ കട്ടിയപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ആ ഒരു ജീവിക്കാനുള്ളൊരു മാർഗം അല്ലെങ്കിൽ ആ ഒരു താമസ സ്ഥലം റെഡിയാക്കി കൊടുക്കുന്നതിനെ സംബന്ധിക്കുന്ന എന്തോ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുക. പിങ്കിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാന്ദ്രയ്ക്ക് ഒരു ടെൻഷൻ. എന്താടി ഒരു കള്ളക്കളിയെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. നിനക്ക് ഞാനറിയാത്ത ഫ്രണ്ടോ? അത് നിനക്കറിയത്തൊന്നുമില്ല, എൻ്റെ സ്കൂൾമേറ്റാ. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്താടി നിന്റെ ഭർത്താവിനെ എന്നെയൊക്കെ മറിച്ച് വെച്ച് വല്ല ട്രാപ്പിലും ചെന്ന് പെട്ടോ എന്ന് ചോദിച്ചപ്പം തോന്നിയാസം പറയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും സാന്ദ്രയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. സാന്ദ്ര ഇങ്ങനെ ഒന്ന് ഉഷ്ണിക്കാൻ തുടങ്ങി. പിന്നെ മാഡം ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ, അതേ ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴും പിങ്കിക്ക് ഇങ്ങനെ ആകെ ഡൗട്ട്, ഇതെന്താ ഇത് കള്ളക്കളിയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, പിങ്കി എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാം കേട്ടോ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് പോകുവാണ്. നീ ഇന്ത്യ വരത്തിലേക്ക് നല്ല കുട്ടിയായിട്ട് ചെന്ന് കയറി, ബെസ്റ്റ് വിഷസ് എന്നും പറഞ്ഞ് നമ്മുടെ സാന്ദ്ര അവിടെ നിന്ന് പോകും. ഇവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ, എന്തോ കള്ളത്തിൽ ഇവൾക്കുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിങ്കി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളും നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി.